friends, welcome to Magic Ingredients. ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു പായസം റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. മാമ്പഴ പായസമാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്ത 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ലിറ്റർ പാലും 1 കപ്പ് ബസ്മതി റൈസുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ബദാം, മിൽക്ക് മെയ്ഡും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാമ്പഴവും അരിയും ഒന്ന് അരച്ചെടുക്കണം. മാമ്പഴം അത്യാവശ്യം നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ പകുതി മാമ്പഴം മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം ബാക്കി മാത്രമേ നമ്മൾ അരച്ചെടുക്കാവൂ. പിന്നെ അതേപോലെ അരി ഫുള്ളായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ചെറിയ തരിയുള്ള രീതിയിലായാലും കുഴപ്പമില്ല, ഫൈനായിട്ട് അരയണം എന്നില്ല. അതുകൊണ്ട് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അപ്പോൾ ഉരുളി അല്ലെങ്കിൽ ഏതാണ് പാത്രം എന്ന് വെച്ചാൽ അതെടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഈ അരി വെന്ത് കിട്ടണം. അപ്പം വേവുന്നിടം വരെ വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പം നല്ല ചെറിയ കട്ടകളൊക്കെ വരും. അപ്പം നമ്മൾ ആ കട്ടകളൊക്കെ ഇളക്കി നന്നായിട്ടൊന്ന് കൊടുക്കണം. ഇപ്പോൾ അത്യാവശ്യം അരി നന്നായി വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വാർന്ന് നന്നായി പോയിട്ടുണ്ട്. അതിന് നന്നായിട്ട് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കട്ടിയാവും. അപ്പോൾ ആ കട്ടിയാവുന്നത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ പായസം എപ്പോഴും റെഡി ആക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. പെട്ടെന്ന് നമുക്ക് പാൽ അങ്ങ് പറ്റിപ്പോവുകയും ചെയ്യും. ഇത് അരി ഇങ്ങനെ കട്ടിയായി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് മാക്സിമം ആ അരി ഫുള്ളായിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് പിന്നീട് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് കിസ്മിസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിലേക്ക് ആദ്യം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ആ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം. ബദാം ശരിക്കും പച്ചയ്ക്ക് നമുക്ക് ഇട്ടാലും മതി. പക്ഷേ ആ ഒരു ചെറിയ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് നെയ്യിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. കുറേ ടൈമൊന്നും ഇടണ്ട. നമ്മൾ കിസ്മിസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ പാലിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാമ്പഴം ചേർത്ത് കൊടുക്കാം. മാമ്പഴം ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾ ഈ അരി ചേർക്കുന്ന പോലെ തന്നെ കട്ടിയായിട്ടായിരിക്കും കിടക്കുക. കാരണം നമ്മൾ
വെള്ളം ചേർക്കാതെയാണ് മാമ്പഴം അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല തിക്കായിരിക്കും. നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ആ പാലിലത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിൻ്റെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാനൊരു അളവ് പറയുന്നില്ല. അപ്പം നല്ലപോലെ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇനി ഇത് മാക്സിമം ഒന്ന് നമുക്ക് പറ്റിച്ച്, അതായത് ആ പായസത്തിൻ്റെ ഒരു പരുവത്തിന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മാമ്പഴം ഉണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നമുക്ക് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല. നമുക്ക് അതൊരു പായസം കുടിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു കടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ആ മാങ്ങ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇനി ഈ പായസത്തിൻ്റെ ഒരു പരുവത്തിന് നമുക്ക് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പായസം ഇപ്പം നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് നമ്മുടെ പായസത്തിൻ്റെ കളർ ഒരു മഞ്ഞയായി തുടങ്ങിയിട്ടുണ്ട്. വലിയ കളറില്ലെങ്കിലും ചെറിയ മഞ്ഞ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു നല്ലപോലെ പായസ പരുവം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസും കാഷ്യൂനട്ടും എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഓണമായിട്ട് വെറൈറ്റി പായസമൊക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ലൊരു പായസമായിരിക്കും ഇത്. വളരെ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.